ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 81ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് നാം വായിക്കാം. പ്രകൃതി തിരിഞ്ഞൊരു കൂറ് ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹപരമാമൊരു കൂറ് ഇതന്ധയാലേ വികസിതമാം ഇതു ബോധ്യ വിശ്വമാകും. പ്രകൃതി പിരിഞ്ഞൊരു കൂറ് ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹപരമാമൊരു കൂറ് ഇതന്തയാലേ വികസിതം മാമിതു ബോധ്യ വിശ്വമാകും. ഇതിൻ്റെ ഒരു സംക്ഷിപ്ത സാരം: പ്രകൃതി രണ്ടായി പിരിഞ്ഞ് ഒരു ഭാഗം അനുഭവിക്കുന്നവൻ എന്ന ഭാവത്തിൽ ഭോക്തൃരൂപം എല്ലാ വിഷയങ്ങളും ആസ്വദിച്ച് ബാഹ്യലോകത്തിൽ ഉല്ലസിക്കുന്നു. മറുഭാഗം ഇത് ഇന്നതാണ്, ഇതെന്ത എന്ന് വികസിച്ച് വിഷയസുഖം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളായി ഭോഗ്യവിശ്വമായി ഇഹലോകവും പരലോകവുമായിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. ഇതിനെ നമുക്കൊന്ന് വിസ്തരിച്ച് പഠിക്കാം. ഇങ്ങനെ സാരം അറിഞ്ഞതുകൊണ്ട് നമുക്കതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ടുള്ള അർത്ഥം കൈവരിക്കാൻ പറ്റില്ല. ഗുരു പറയുന്നു, പ്രകൃതി അതായത് പഞ്ചഭൂത നിർമ്മിതമായ ഈ പ്രപഞ്ചം, 5 ഭൂതങ്ങളായി വർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട്, ഒരു രഹസ്യമുണ്ട്. ഈ കാരണത്തിൽ നിന്നാണ് കാര്യമായ പ്രപഞ്ചമുണ്ടായത്. നമുക്ക് പ്രപഞ്ചത്തിനതീതമായതിനെ അറിയാൻ പറ്റുന്നില്ല. കാരണം പ്രപഞ്ചത്തിനപ്പുറമൊന്നുമില്ല എന്ന തോന്നൽ നമുക്ക് തരുന്ന വിധത്തിലാണ് പ്രകൃതിയുടെ പ്രവർത്തനം. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് പോയി ചിന്തിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുന്നില്ല. അതാണ് വാസ്തവം. പ്രകൃതിയെ ഉള്ളൂ എന്ന ചിന്ത മാത്രമേ സാധാരണക്കാർ ചിന്തിക്കുന്നുള്ളൂ. പ്രകൃതിയും ഇത്രയും സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഗുരു ബോധിപ്പിക്കുന്നു. പ്രകൃതി മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണെന്നും പ്രകൃതി സത്യമാണ് എന്നൊക്കെ നമ്മുടെ തോന്നലാണെന്നും പറഞ്ഞു ഗുരു മുമ്പിലത്തെ ശ്ലോകങ്ങളിൽ ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചു. ഈ 81ാമത്തെ ശ്ലോകത്തിൽ ഗുരു ഉപദേശിക്കുന്നു, പ്രകൃതി പിരിഞ്ഞ് ഒരു കൂറ് ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഒരു കൂറ് പ്രകൃതി പിരിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം, ഒരു കൂറ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഭോക്തൃരൂപമാണ്. എന്താണ് ഭോക്തൃരൂപം? പ്രകൃതിയെ ആസ്വദിക്കുന്നവൻ, അതാണ് ഭോക്തൃരൂപം. മറുഭാഗം ആസ്വദിക്കാനുള്ള വിഷയങ്ങൾ, അതായത് പ്രകൃതി വിഷയങ്ങളായും വിഷയങ്ങളെ ആസ്വദിക്കുന്നവരുമായി രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. പ്രകൃതി നമുക്കെല്ലാം ആസ്വദിക്കുന്ന വിധത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. പ്രകൃതി സൗന്ദര്യം നമ്മെയെല്ലാം വളരെ ആകർഷിപ്പിക്കുന്നതാണ്. കവി പാടിയില്ലേ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നൊക്കെ. പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കവികൾ പാടിയത്. പ്രകൃതിയിലെ പുഴ, മല, പൂമരങ്ങൾ, നമ്മുടെ അടുത്ത് മാടായിപ്പാറയുണ്ട്. എന്തൊരു ഭംഗിയാണ്! ആസ്വാദകർക്ക് അവിടെ ആസ്വദിക്കാൻ ധാരാളമുണ്ട്. എന്നാൽ വെറുതെ പോകുന്നവന് അവിടെ വെറും ഒരു പാറ മാത്രമേ ഉള്ളൂ. ആ പാറയിൽ എന്തൊരു സൗന്ദര്യം ആണ് അവിടെ ഉള്ളത്! ഈ സൗന്ദര്യം ആസ്വദിക്കാൻ തക്ക ഒരു ആസ്വാദന ശേഷിയുള്ള ഭോക്തൃരൂപവുമുണ്ട്. ഗുരു ജനിച്ച സ്ഥലം ചെമ്പളന്തി. പ്രകൃതി ഗുരുവിനെ ജനിപ്പിക്കാൻ കണ്ടെത്തിയ സ്ഥലം എത്ര സുന്ദരമാണ്! ഇനി ഗുരു അരുവിപ്പുറം, മരുത്വാമല, കുന്നുംപാറ, പെരിയാർ, ആലുവ
ശിവഗിരി, ഇതൊക്കെ ഗുരു കണ്ടെത്തിയ സുന്ദരമായ സ്ഥലങ്ങളാണ്. പ്രകൃതിയുടെ ചൈതന്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആവാഹിക്കുന്ന തരത്തിലുള്ള ഇടങ്ങളാണിവ. ഇതൊക്കെ സൗന്ദര്യധാമങ്ങളാണ്. എത്രയും നല്ലൊരു സൗന്ദര്യധാമങ്ങളാണ് ഗുരു കണ്ടെത്തിയ സ്ഥലങ്ങൾ. പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ രഹസ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഗുരു കണ്ടെത്തിയത്. ചിലയിടങ്ങളിൽ സവിശേഷമായ ആസ്വാദനമുള്ളതുപോലെ പ്രകൃതിയിലെ ഓരോ പുല്ലിനും പൂവിനും അതിൻ്റേതായ ആസ്വാദനമുണ്ട്. ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ആസ്വാദകനുമുണ്ട്. അതാണ് ഭോക്തൃരൂപം. ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. വെളിയെ, പുറമെ, വിഷയങ്ങൾ തോറും, ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങൾ തോറും അവൻ ഉല്ലസിക്കുന്നു. ഭോക്തൃരൂപം ഭുജിക്കുന്നവൻ ഉല്ലസിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ, വിഷയങ്ങൾ അവൻ ആസ്വദിച്ച് ഉല്ലസിക്കുന്നു. സകല ജീവജാലങ്ങളെല്ലാം തന്നെ, പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും അവരവരുടേതായ വിഷയങ്ങൾ ആസ്വദിക്കുന്നു. എന്നാൽ മനുഷ്യന് ബുദ്ധി കൂടുതലായതുകൊണ്ട് അവൻ കൂടുതൽ ആസ്വദിക്കുന്നു. കേട്ടിട്ടില്ലേ, ക്ഷീരമുള്ളൊരകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിനാശ്രയം. നാം കേട്ടിട്ടുണ്ട്. അവിടെ ക്ഷീരം ആസ്വദിക്കുന്നവനും ചോര ആസ്വദിക്കുന്നവനും ഉണ്ട്. ചോരയും ക്ഷീരവും ചോരയുമായ വിഷയങ്ങളുമുണ്ട്. ഈ വിഷയങ്ങൾ അനുഭവിച്ച് ജീവൻ ഉല്ലസിക്കുന്നു. ആ മനുഷ്യനും പ്രപഞ്ചത്തെ ആസ്വദിച്ച് ജീവിക്കുന്നു. ഗുരു മനുഷ്യനെ ഉയർത്താനാണ് ആത്മോപദേശ ശതകത്തിൽ ഇതൊക്കെ വിവരിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ അനന്തമായ സാധ്യതയിലേക്ക് ഉയരണം. മോഹാകുലരാം ഞങ്ങളെ, അതായത് മോഹത്തിലകപ്പെട്ട ഞങ്ങളെ സ്നേഹാത്മകമാം പാശം കൊണ്ട് കെട്ടിയിഴച്ച്, ഗുരു സ്നേഹമാകുന്ന കയറുകൊണ്ട് കെട്ടിയിഴച്ച് വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ ആ വിഷയത്തിൻ്റെ കാരണമായ, അതായത് പ്രപഞ്ച കാരണമായ രഹസ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പ്രകൃതിയുടെ ആസ്വാദന വിന്യാസത്തിൽ പെട്ടുപോകാതെ പ്രകൃതിയുടെ രഹസ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഗുരു ചെയ്യുന്നത്. നമ്മെ ഉയർത്തുന്നു. നാം ഭോക്തൃരൂപം എന്താണെന്ന് പഠിച്ചു. പ്രപഞ്ചത്തിലെ സകല വസ്തുവിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ടെന്നും പ്രപഞ്ചത്തിലെ സകല ജീവരാശികളും പ്രകൃതിയെ ആസ്വദിക്കുന്നുണ്ടെന്നും നാം പഠിച്ചു. പ്രകൃതിയിലെ ഭോക്തൃരൂപവും ഭോഗ്യവിശ്വത്തെയും നാം പഠിച്ചു. ഭോഗ്യവിശ്വത്തെ ഭോക്തൃരൂപം ആസ്വദിക്കുന്നു. ഭോക്തൃരൂപം അവൻ്റെ വാസനയ്ക്കും ഗുണത്തിനും അനുസരിച്ച് ഭോഗ്യവിശ്വം ആസ്വദിക്കുന്നു. ഇനി ഭോഗ്യവിശ്വം എങ്ങനെ ഉണ്ടായി എന്നതാണ് ഗുരു അടുത്ത 2 വരികളിൽ. ഇഹപരമാം ഒരു കൂറ് ഇതന്ധയാലേ വികസിതമാമിതു ഭോഗ്യവിശ്വമാകും. ഇതന്ധയാലേ, ഇഹപരമാം ഒരു കൂറ്, ഇതന്ധയാലേ വികസിതം, ഭോഗ്യവിശ്വം. അതായത് ഇത് പൂവ്, ഇത് കായ, ഇത് ചക്ക, ഇത് മാങ്ങ, ഇത് വീട്, ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാതത്ര വിഷയങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ ആസ്വാദന ശേഷി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതെന്തയാലേ വികസിക്കുന്നതിനനുസരിച്ച് ഭോക്തൃരൂപം ആസ്വദിക്കുന്നു. ഇഹപരമാം, ഇഹത്തിലും പരത്തിലും വ്യാപിച്ചിരിക്കുന്ന ഭോഗ്യവിശ്വവും ഇഹത്തിലും പരത്തിലും ആസ്വദിക്കുന്ന ഭോക്തൃരൂപവുമുണ്ട്. ഭോക്താക്കൾ പ്രപഞ്ചത്തെ ആസ്വദിക്കുന്നതിനനുസരിച്ച് പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ പറയുന്നു, ഒരു ഭോഗ്യവിശ്വം ഒരു സിനിമാ തിയേറ്റർ പോലെയാണ്. ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നത് പോലെയാണിത്. നാം ഭോഗ്യവിശ്വത്തിലേക്ക് കടന്ന് സിനിമ കാണുമ്പോൾ അതിൻ്റെ കഥ, പാട്ട്, തമാശ ഇതെല്ലാം തിയേറ്ററിനുള്ളിൽ നാം എല്ലാം ശരിയാണെന്ന് കരുതി നാം ആസ്വദിക്കുന്നു.
എന്നാൽ ഭോഗ്യവിശ്വം ഒരു സിനിമാ തിയേറ്റർ പോലെയാണെന്ന് നാം പറഞ്ഞു. എന്നാൽ അവിടുന്ന് നാം പുറത്തു വന്നാലോ വേറൊരു ലോകമാണ്, അല്ലേ? അതായത് ഒരു ഭോഗ്യവിശ്വം ആസ്വദിക്കണമെങ്കിൽ, കാണികൾ ഇത് സത്യമാണെന്ന് കരുതി നാം ആസ്വദിക്കണമെങ്കിൽ ആ സിനിമയുടെ കഥ, നല്ല പശ്ചാത്തലം, നല്ല ഫോട്ടോഗ്രാഫി, നല്ല അഭിനേതാക്കൾ എന്നിവയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് കാണികൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യം വരുത്തണം. നമുക്കറിയാം എത്രയോ ചിത്രങ്ങൾ, അതായത് ചിത്രം, ദൃശ്യം എന്നീ സിനിമകൾക്കൊക്കെയുള്ള ഒരു സാങ്കേതിക മികവ് കൊണ്ടാണ് ഇന്നും കാണികൾ അത് കണ്ടൊക്കെ ആസ്വദിക്കുന്നത്. പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ നാം ഭോഗ്യവിശ്വം ആസ്വദിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിനപ്പുറം കടന്നാൽ ഇതൊന്നുമില്ല. ചുരുക്കത്തിൽ ഇഹത്തിലും പരത്തിലും ഇതെന്താ, ഇത് എന്നുള്ള വിഷയങ്ങളായ ഭോഗ്യവിശ്വത്തെ ആസ്വദിക്കുന്ന, സമുല്ലസിക്കുന്ന ഒരു ഭോക്തൃരൂപമുണ്ട്. ഭോക്തൃരൂപവും ഭോഗ്യവിശ്വവും കൂടി നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. ഗുരു ഉപദേശിക്കുന്നു, ഇതെല്ലാം അനിത്യമാണെന്നറിഞ്ഞ് നിത്യമായതിനെ അറിയൂ, കണ്ടെത്തൂ. ഭോഗ്യവിശ്വമായ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് ഉൾപ്രപഞ്ചത്തിലേക്ക് തിരിഞ്ഞാൽ നിത്യതയിലേക്ക് ആസ്വദിക്കാൻ, ആനന്ദിക്കാൻ ശ്രമിക്കൂ. നിത്യതയിലേക്ക്, നിത്യാനന്ദം ആസ്വദിക്കാൻ ശ്രമിക്കൂ, ആനന്ദിക്കാൻ ശ്രമിക്കൂ. തന്നെ ആസ്വദിക്കാൻ അനേകത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് തിരിയൂ. നിത്യാനന്ദം അനുഭവിക്കൂ. ആത്മാവ് മാത്രമാകുന്നതിനെ ആസ്വദിക്കൂ. ഈ ഉപദേശമാണ് ഗുരു ഈ ശ്ലോകത്തിലേക്കൂടി നമുക്ക് തരുന്നത്. തൻ്റെ സ്വരൂപമായ ആത്മാവിനെ ആസ്വദിക്കാൻ ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.